നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം. വാട്ട് എ മാച്ച്, വാട്ട് എ മാച്ച്. മുമ്പ് യാഷ് ദയാലിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് റിങ്കു ഒരു കളി ജയിപ്പിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഏതാണ്ട് അതുപോലൊരു ഫിനിഷിങ്ങിലേക്ക് കാര്യങ്ങൾ പോയേനെ. പക്ഷേ അവസാന ഓവറിൽ ആദ്യം 3 പന്തുകൾ അർഷിദ് റാണയായിപ്പോയി ഫേസ് ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കളി റിങ്കു കൊണ്ടുപോയേനെ. അവസാന ഓവറിൽ വിജയിക്കാൻ വേണ്ടത് 24 റൺസ്. ഹർഷിദ് റാണ 3 പന്തുകൾ നേരിട്ട് 5 റൺസ് എടുത്തു. ബാക്കി 3 പന്തുകളിൽ നിന്ന് 4, 4, 6. അപ്പോൾ 19 റൺസാണ് ആ ഓവറിൽ പിറന്നത്. ഒടുവിൽ 4 റൺസിൻ്റെ വിജയം LSG സ്വന്തമാക്കുകയായിരുന്നു. 238 റൺസാണ് നിശ്ചിത 20 ഓവറുകളിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ LSG അടിച്ചെടുത്തത്. മറുപടി ബാറ്റിങ്ങിൽ 20 ഓവറിൽ 7 വിക്കറ്റിന് 234 കുതിച്ചെത്തി KKR. പക്ഷേ 4 റൺസിന് അവരൊടുവിൽ പരാജയപ്പെട്ടു. ഇതൊക്കെയാണ് മത്സരങ്ങൾ, ഇതാണ് ത്രില്ലർ പോരാട്ടങ്ങൾ. ഏഡൻ മർക്രമും മിച്ചൽ മാർഷും ചേർന്നുകൊണ്ടുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് തന്നെ LSGക്ക് 99 റൺസാണ് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നത്. ഏഡൻ മർക്രം 28 പന്തിൽ 47. മാർഷ് തൻ്റെ മിന്നും ഫോം തുടർന്നു. ഒപ്പം നിക്കോളാസ് പൂറൻ്റെ പൊരിഞ്ഞ അടി. മാർഷ് 48 പന്തിൽ 81 റൺസ്, പൂറൻ 36 പന്തിൽ 87 റൺസ്. അങ്ങനെ ഒടുവിൽ അവർ 238 റൺസിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. മറുപടി ബാറ്റിംഗ് KKRന് വേണ്ടി QDK ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തി. അദ്ദേഹം 15 റൺസാണ് അടിച്ചത്. സുനിൽ നരേൻ 13 പന്തുകൾ 4 4ഉം 2 6ഉം 30 റൺസ്. ക്യാപ്റ്റൻ്റെ ഇന്നിങ്സാണ് അജിങ്ക്യ രഹാനെ കളിച്ചത്. 35 പന്തിൽ 8 4ഉം 2 6ഉം അടക്കം 61. ഒപ്പം തന്നെ വെങ്കി 29 പന്തുകളിൽ നിന്ന് 6 4ഉം 1 6ഉം അടക്കം 45 റൺസ്. പിന്നീട് വിക്കറ്റുകൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് വീഴുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. രമൺദീപ് സിംഗ് 1 റൺസ്, രഘുവൻഷി 5 റൺസ്, റസൽ 7 റൺസ്. പക്ഷേ റിങ്കു 15 പന്തിൽ 6 4ഉം 2 6ഉം അടക്കം 38 റൺസുമായിട്ടൊന്ന് വിറപ്പിച്ചു. എന്നാലും ത്രില്ലറിൽ ഒടുവിൽ LSG തന്നെ വിജയിച്ചേറിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.